ഏതുതരം ഇവന്റ്സും ഭംഗിയായി നടത്താൻ ഒരേ ഒരിടം, ക്ലാപ്പ് ഔട്ട് ഇവന്റ്സ്. പ്രതീക്ഷകൾ അതൊരിക്കലും പൂർത്തിയാവുകയില്ല എന്ന് പ്രതീക്ഷകളുടെ കൊടുമുടിയിൽ കയറി നിന്ന് അവസാന നിമിഷം അറിയുന്ന രംഗമുണ്ടല്ലോ, അത് ഹൃദയത്തെ കാർന്നു തിന്നുന്ന വേദന സമ്മാനിക്കുന്ന ഒരു രംഗമാണ്. മനുഷ്യന്റെ ശരീരത്തിനകത്തുള്ള സിരകളിലൂടെ കയറിച്ചെന്ന് രക്തത്തിലൂടെ കടന്നു വന്ന് ആ വേദന മനുഷ്യന്റെ ഹൃദയത്തെ കാർന്നു തിന്നുന്ന ഒരു നിമിഷമുണ്ടല്ലോ, അത് ആലോചിക്കാൻ പറ്റാത്ത നിമിഷമാണ്. അത്തരം നൊമ്പരങ്ങളിലാണ് ചില പ്രവാസികൾ ഇന്ന് പ്രവാസ ലോകത്തുള്ളത്. ആ വേദനകളിൽ നിന്നുകൊണ്ട് സ്വന്തം നാടിനെയും നാട്ടുകാരെയും കുടുംബത്തെയും നോക്കി നിൽക്കുന്ന ഒരു പ്രവാസിയുടെ വേദനയുണ്ടല്ലോ, ആ വേദനക്ക് മറ്റൊന്നും പകരം വെക്കാനില്ല. ഈ ലോകം തന്നെ കൊണ്ടുകൊടുത്താലും ശരി, ആ വേദനക്ക് പരിഹാരമാവുകയില്ല. അത്തരം വേദനകൾ അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട് ഇന്ന് പ്രവാസ ലോകത്ത്. അത്തരമൊരു സംഭവത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നുള്ളത്. കൊല്ലം സ്വദേശിനിയായിട്ടുള്ള മേരി നേരിട്ട ഒരു ദുരനുഭവത്തെക്കുറിച്ചാണ്. അവളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് അവൾ കടന്നുപോയപ്പോൾ അവൾ നേരിട്ട വെല്ലുവിളിയുടെ യാഥാർത്ഥ്യത്തിലേക്കാണ് നിങ്ങളോട് ശ്രദ്ധ ക്ഷണിക്കുന്നുള്ളത്. അതെ, കൊല്ലം സ്വദേശിനിയായ മേരി തന്നെയാണ് വിഷയം. ഷാർജയിലാണ് കൊല്ലം സ്വദേശിനിയായ മേരിയും ഭർത്താവും താമസിച്ചിരുന്നത്. ജനുവരിയിൽ ഭർത്താവ് ഒരു അത്യാവശ്യ കാര്യവുമായി ബന്ധപ്പെട്ട് നാട്ടിലേക്ക് പോകുമ്പോൾ വിചാരിക്കും, പോകാനും വരാനും പറ്റുന്ന നല്ല സമ്പത്തുള്ള ആളുകളാണ് അവരെന്ന്. അല്ല കേട്ടോ, ദുരിതത്തിലാണ്. ജനുവരിയിൽ ജോലിയില്ലാതെ വീട്ടിലിരിക്കാൻ തുടങ്ങിയവരാണ് അവർ. അതിനു മുൻപ് എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ദുരിതം തന്നെയാണ്. വലിയ രീതിയിൽ ഒന്നും സമ്പാദിക്കാൻ പറ്റാതെ നിലവിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന വാടക വീടിൻ്റെ വാടക കൊടുക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലാണ് മേരിയും കുടുംബവും ഷാർജയിൽ താമസിച്ചത്. പക്ഷെ മേരിയുടെ മനസ്സിനകത്ത് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നെങ്കിലും ഒരിക്കൽ ഈ ദുരിതമൊക്കെ മാറും, തൻ്റെ ഭർത്താവ് ഒന്ന് തിരിച്ചു വന്നോട്ടെ. പക്ഷേ ഭർത്താവിന് തിരിച്ച് ഷാർജയിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. COVID-19 ലോകങ്ങളെ വേട്ടയാടി. വിമാന സർവീസുകൾ നിർത്തിവെക്കാൻ ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് തന്നെ ഓർഡർ പുറത്തു വന്നു. അങ്ങനെ എല്ലായിടത്തും വിമാന സർവീസുകൾ നിർത്തിവെച്ചു. ഗർഭിണിയായ മേരി ഒറ്റക്ക് ഷാർജയിൽ റൂമിനകത്താണ്. അവളുടെ പ്രതിസന്ധിയെക്കുറിച്ച് അധികമൊന്നും ഇനി ഇവിടെ പറഞ്ഞു തരേണ്ടതില്ല എന്ന് തോന്നുന്നു. പ്രതിസന്ധിയുടെ കൊടുമുടിയിൽ തന്നെ അവൾ നിന്നു. ഗർഭകാലമായതുകൊണ്ട് തന്നെ വേദനകൾ കടന്നു വരാറുള്ളത്, ബ്ലീഡിങ്ങുകൾ സംഭവിക്കാറുള്ളത് സ്വാഭാവികമാണ്. അത്തരത്തിലുള്ള വേദനകളുടെ ഒരു ലോകത്ത് തന്നെ അവൾ പലതവണ സഞ്ചരിച്ചു. ആശുപത്രിയിൽ ചെന്ന് കയറിക്കഴിഞ്ഞാൽ പ്രൈവറ്റ് ആശുപത്രികൾ കഴുത്തറുക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും അവൾ വേദനകൾ അടക്കി വെച്ചു. അങ്ങനെ ഒരുപാട് അടക്കി വെച്ച് ഒരു ദിവസം ആ വേദനകൾ പൊട്ടിത്തെറിച്ചു പോയി. കഴിവിൻ്റെ പരമാവധി അവൾ ക്ഷമിച്ചു നിന്നു. എല്ലാ നൊമ്പരങ്ങളും അടക്കി വെച്ച എംബസിയെ സമീപിച്ചു. എംബസി പറഞ്ഞു, 28 ആഴ്ചകൾ കുഞ്ഞിനില്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോകാൻ പറ്റില്ല എന്ന്. അങ്ങനെ 28 ആഴ്ചകൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാൻ തുടങ്ങി. അതിനിടയിൽ എംബസി കനിയുമെന്ന് വിചാരിച്ച് തൻ്റെ നൊമ്പരങ്ങളും തൻ്റെ അവസ്ഥകളും എംബസിയിലെ അധികാരികൾക്ക് മുന്നിൽ പൊട്ടിത്തുറന്നുകൊണ്ട് അവൾ പറഞ്ഞുവെങ്കിൽ പോലും ഒരിക്കൽ പോലും അതൊന്നും സ്വീകരിക്കാൻ എംബസി തയ്യാറായില്ല. വീണ്ടും തൻ്റെ റൂമിനകത്തേക്ക് കടന്നു പോകുമ്പോൾ വാടക വാങ്ങാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉടമ കടന്നു വരുന്ന സാഹചര്യത്തിൽ അവരോട് ഇല്ല എന്നുള്ള ഒറ്റ ഉത്തരം പറഞ്ഞു നിൽക്കുമ്പോൾ, ഇല്ലെങ്കിൽ ഇറങ്ങിപ്പോകണമെന്ന് പറയുന്ന ഒരവസ്ഥ വരെ ആ മേരി എന്ന കൊല്ലം സ്വദേശിനി നേരിടുകയുണ്ടായി. വല്ലാത്തൊരവസ്ഥയിൽ കടന്നു പോകുന്ന സാഹചര്യത്തിൽ എല്ലാം കൈവിട്ടു പോകുന്നു. തൻ്റെ വയറിനകത്തുള്ള കുട്ടിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് അവൾ തിരിച്ചറിയുന്നു. ഒടുവിൽ അവൾ ആ സത്യം ആശുപത്രിയിൽ നിന്ന് മനസ്സിലാക്കുന്നു. തൻ്റെ വയറിനകത്തുള്ള കുട്ടി മരിച്ചിരിക്കുന്നു. തൻ്റെ ആദ്യ കൺമണിയെ ജീവനോടുകൂടി പുറത്ത് കാണില്ല എന്ന് ഒരമ്മ തിരിച്ചറിയുന്ന നിമിഷമുണ്ടല്ലോ, അത് മേരിയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ മേരി അനുഭവിച്ച ആ വേദനയുണ്ടല്ലോ, അത് വല്ലാത്ത വേദന തന്നെയാണ്. തൻ്റെ വയറിനകത്ത് കുട്ടി മരിച്ചിരിക്കുന്നു എന്നറിഞ്ഞതിന് ശേഷവും
എംബസിയോട് പോയിട്ട് കേണപേക്ഷിച്ച് പറഞ്ഞു, തൻ്റെ വയറിനകത്തുള്ള കുട്ടി മരിച്ചിരിക്കുകയാണ്, താൻ എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് വിടണമെന്ന് പറഞ്ഞപ്പോൾ വിമാനമില്ല എന്നുള്ള ഒരു ഉത്തരമാണ് എംബസി അധികൃതർ നൽകിയത്. തുടർന്ന് ആശുപത്രിയിൽ പോകണമെങ്കിൽ വീണ്ടും സ്കാൻ ചെയ്യേണ്ടതുണ്ട്. ചികിത്സ നടത്തണമെന്നുണ്ടെങ്കിൽ നല്ല ഒരു തുക തന്നെ വേണ്ടി വരുന്നതുകൊണ്ട് മേരി അതിന് തയ്യാറായില്ല. വേദനയോടുകൂടി തൻ്റെ റൂമിലേക്ക് അവൾ കടന്നുപോയ സാഹചര്യത്തിൽ അവളുടെ ഒരു സഹോദരൻ ഒരു ശബ്ദ സന്ദേശം പുറത്തുവിട്ടു. ആ ശബ്ദ സന്ദേശത്തിൽ ഈ വേദനകളുടെ കഥ എല്ലാവരും കേട്ടു. പക്ഷേ ആരും മുന്നോട്ട് വരാൻ തയ്യാറായില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് കാസർഗോഡ് ജില്ലാ KMCC പ്രവർത്തകർ ദുബായിൽ നിന്ന് ഷാർജയിലേക്ക് മേരിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോകുന്നത്. വാഹനമെടുത്ത് ചീറിപ്പാഞ്ഞുകൊണ്ട് തൻ്റെ സഹോദരിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് KMCCയുടെ ആർജവമുള്ള പ്രവർത്തകർ കടന്നുപോയി. തൻ്റെ സഹോദരിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. ആശുപത്രിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തതിന് ശേഷം കുട്ടി പുറത്തു വന്നത് ജീവനോടെയല്ല എന്ന് അവൾ തിരിച്ചറിഞ്ഞ നിമിഷം അവൾ പൊട്ടിക്കരഞ്ഞു. ആ പുറത്തു വന്ന കുട്ടിയെ സംസ്കരിക്കേണ്ട ഒരാവശ്യമുണ്ട്. ആ സംസ്കരിക്കൽ ചടങ്ങ് KMCCയുടെ പ്രവർത്തകർ വലിയ രീതിയിൽ ചെയ്തു കൊടുത്തു. ഒരു ക്രിസ്ത്യൻ ദമ്പതികളുടെ കുട്ടിയെ കുറച്ച് മുസ്ലിം സഹോദരങ്ങൾ ആർജവത്തോടെ ആ പ്രവൃത്തി വളരെ ഭംഗിയായി ചെയ്തു കൊടുക്കുന്ന ഒരു മുഹൂർത്തവും ഈ ചിത്രം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ ആ കുട്ടിയുടെ ജീവനറ്റ ശരീരവുമായിട്ട് സെമിത്തേരിയിലേക്ക് കടന്നു പോകുന്ന ആ നിമിഷത്തിൽ മേരിയുടെ സഹോദരൻ ആ സെമിത്തേരിക്കരികിൽ വെച്ച് പൊട്ടിക്കരയുന്ന ഒരു രംഗം കാണാൻ ഇടയായി എന്ന് KMCC പ്രവർത്തകർ പറയുന്നുണ്ട്. ഒരുപക്ഷെ ആ പൊട്ടിക്കരച്ചിൽ ഒറ്റപ്പെട്ടു പോയതിൻ്റെ യാതനകളിലൂടെ കടന്നു വന്നതുകൊണ്ടുള്ള വേദനയുടെ ഒരു പ്രതീകാത്മകമായിരിക്കും. അതല്ല എങ്കിൽ ഭരണകൂടത്തിൻ്റെ എംബസിയുടെ ഉത്തരവാദിത്ത ബോധമില്ലായ്മയുടെ നേർസാക്ഷ്യം തൻ്റെ പെങ്ങൾ അനുഭവിച്ചതിൻ്റെ വേദന കൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ആരുമില്ലാത്ത സാഹചര്യത്തിൽ KMCCയുടെ പ്രവർത്തകർ തങ്ങൾക്ക് തണലായതിനെക്കുറിച്ച് അറിഞ്ഞതുകൊണ്ടായിരിക്കും. ആ പൊട്ടിക്കരച്ചിലിന് പല അർത്ഥങ്ങളും ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ തിരിച്ചറിയേണ്ടത് ആ കൊല്ലം സ്വദേശിനി ജീവിതത്തിലെ ആദ്യ കൺമണിയെ ജീവനറ്റ ശരീരമായി കാണാനുള്ള കാരണം ഭരണകൂട ഭീകരതയുടെ നേർസാക്ഷ്യമാണ് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾ ഇനിയും അനുഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകും. വിമാനം വൈകുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങളാണ് പ്രവാസികളായിട്ടുള്ള ഗർഭിണികൾ അവിടെ അനുഭവിക്കുന്നുള്ളത്. മേരി അതിനൊരു ഉദാഹരണം മാത്രമാണ്. KMCC പ്രവർത്തകരായിട്ടുള്ള ഷബീർ കീഴൂർ, ഇബ്രാഹിം ബെരിക്ക, ഷുഹൈൽ കോപ്പ, റാഫി പള്ളിപ്പുറം, ബഷീർ പള്ളിക്കര, സത്താർ ആലമ്പാടി, ഹനീഫ് കട്ടക്കാൽ, സർഫറാസ് പട്ടേൽ, സഫ്വാൻ അണങ്കൂർ, ആരിഫ് ചെരുമ്പ, ബഷീർ ചെരങ്കി എന്നിവരാണ് ഈ വലിയ ദൗത്യത്തിന് മുന്നോട്ട് വന്നത്. ഇതൊരു കഥയായി മാത്രം കേൾക്കരുത്. ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് കരുതലായി താങ്ങായി സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ആർജവത്തോടെ നിൽക്കണം. വാക്കുകളിലൂടെയല്ല, പ്രവാസികൾ അതാണ് ഇതാണ് എന്ന് വലിച്ചു കീറി പറയുന്നതിലൂടെയല്ല പ്രവാസികളോടുള്ള സ്നേഹമുള്ളത്. പ്രവർത്തനത്തിലൂടെയാണ് വേണ്ടത്. പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത്തരം നൊമ്പരങ്ങൾ കാണാതിരിക്കാൻ നമുക്ക് സാധിക്കും. പ്രവാസികളുടെ കൂടെ നിൽക്കുക എന്ന് യാചിച്ചു പറയുന്നതോടൊപ്പം തന്നെ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. അവര് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യവും നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ അവര് നോക്കിക്കോളും. ടെൻഷൻ ഫ്രീ കല്യാണത്തിന് ക്ലാപ്പ് ഔട്ട് ഇവന്റ്സ്. വിവാഹം, പ്രൊഡക്റ്റ് ലോഞ്ച്, ബർത്ത്ഡേ പാർട്ടി, കോളേജ് ഇവന്റ്സ് തുടങ്ങി ഏതുതരം ഇവന്റ്സും ഭംഗിയായി നടത്താൻ ഒരേ ഒരിടം, ക്ലാപ്പ് ഔട്ട് ഇവന്റ്സ്.